അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് യുഎഇയിലെ ചെറിയ ഒരു എമിറേറ്റിലേക്കാണ്. 7 എമിറേറ്റുകളിൽ ചെറിയ രണ്ടാമത്തെ എമിറേറ്റാണ് ഉമ്മുൽ ഖുവൈൻ. ഉമ്മുൽ ഖുവൈൻ എന്ന് പറയുന്നത് റാസൽ ഖൈമക്ക് മുന്നേ ആയിട്ടാണ് വരും കേട്ടോ. ഷാർജ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ, പിന്നെ റാസൽ ഖൈമ അങ്ങനെയാണ് വരും കേട്ടോ. നമ്മൾ നിൽക്കുന്ന അവിടുന്ന് നമ്മൾ താമസിക്കുന്ന അവിടുന്ന് 1 മണിക്കൂറാണ് ഇപ്പം ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 3:30, 4 മണി സമയത്ത് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ആ സമയം കാണിക്കുന്നത്. നമ്മൾ വൈകുന്നേരങ്ങൾ ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കും. ഈ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 2 മണിക്കൂർ ഒക്കെ വേണ്ടി വരും കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടപാടെ ചാരുട്ട് കണ്ണടച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. കള്ള ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരാളെ കാണാൻ വേണ്ടി പോവാണ് ഉമ്മുൽ ഖുവൈനിൽ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് ഉമ്മുൽ ഖുവൈനിൽ. അധികം കറങ്ങാനൊന്നും പോയിട്ടില്ല. അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഒരു മാംഗ്രൂവ് ഇതുണ്ട്. എന്താണ്, മാംഗ്രൂവ് ഐലൻഡ്, ഒരു ഫോറസ്റ്റ് ഉണ്ട്. നമ്മൾ കണ്ടൽക്കാടില്ലേ, കണ്ടൽക്കാടിൻ്റെ ഒരു വെള്ളത്തിലെ കൂടിയുള്ളൊരു പാലൊക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അതേപോലെ ഉമ്മുൽ ഖുവൈൻ നാഷണൽ മ്യൂസിയം ഉണ്ട്. അതൊക്കെ അവിടുത്തെ ഫേമസ് ആണ് കേട്ടോ. ഞങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും പോകുന്നില്ല. ഇപ്പോൾ ചൂടാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചാരുമൊക്കെ പെട്ടെന്ന് ടയേർഡാണ്. ഇവിടെ നല്ല ചൂടാണ്. 45 ഡിഗ്രി ഒക്കെയാണ് ചൂട് ഇവിടുത്തെ. 45, ചില സ്ഥലത്ത് 48 ഉണ്ട്. അപ്പോൾ ഇപ്പം ഒന്ന് വൈകുന്നേരം 4 മണിയൊക്കെ 4:30 ആയി. എന്നിട്ട് നല്ല വെയിലാണ് കേട്ടോ. ഞങ്ങളെന്തായാലും പുറത്തിറങ്ങിയിട്ട് വീഡിയോ ചെയ്യാനൊന്നും നോക്കുന്നില്ല. ഞങ്ങളെന്തായാലും പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കൂടി റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാമെന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഞങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റാസൽ ഖൈമ എമിറേറ്റ് പോയ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ അമ്മമാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി പോയവരും ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് പോകുന്നത് വേണം ഉമ്മുൽ ഖുവൈൻ കഴിഞ്ഞിട്ട് വേണം റാസൽ ഖൈമ പോവാൻ. ഏകദേശം അതേ റൂട്ട് തന്നെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇത് ഷാർജൻ്റെ ഭാഗമാണ് കേട്ടോ. ഞങ്ങളീ പോകുന്ന വഴിയൊക്കെ നിറയെ ബിൽഡിങ്ങുകൾ, പുതിയ പുതിയ ബിൽഡിങ്ങുകളും പുതിയ ഫ്ലാറ്റുകളും വരുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയൊക്കെ മുന്നേയൊക്കെ കാലി സ്ഥലമായിരുന്നു. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് റാസൽ ഖൈമ എത്തുന്നവരെ കുറേ ദൂരം empty പ്ലോട്ടുകളായിരുന്നു കേട്ടോ ഒട്ടുമിക്കതും. ഇപ്പോൾ കുറേ ഫ്ലാറ്റുകളും വില്ലകളൊക്കെ വരുന്നുണ്ട് ഈ ഏരിയയിൽ, കാണുന്നില്ലേ? ഇതിൻ്റെ ബാക്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് ഏരിയയിൽ ഇപ്പം വില്ലകളും ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്ക് തന്നെ അത്രയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ വർഷം കണ്ടതായിരിക്കില്ല, അടുത്ത വർഷം ആകുമ്പോഴേക്കും അടിമുടി മാറിയിട്ടുണ്ട്. റോഡുകളും എല്ലാം, പാലങ്ങളും എല്ലാം പെട്ടെന്ന് മാറും കേട്ടോ. നമുക്ക് ദുബായിൽ വേനൽ മഴ ഉണ്ടാവും കേട്ടോ. വേനൽ മഴ പിന്നെ അത് ഈ ദുബായിയുടെ റാസൽ ഖൈമ, അങ്ങനെ ഫുജൈറ അങ്ങോട്ടുള്ള എമിറേറ്റിൽ ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ഈവനിങ് ഒരു 4, 5 ഒക്കെ ആകുമ്പോഴേക്കും മഴയുണ്ടാവും. എല്ലാം ഇപ്പം ഒരു 4-5 ദിവസമായിട്ട് മഴയുണ്ട്. ഈ ചൂടിലും ദുബായിൽ നല്ല ചൂടാണ്. ഒരു 45 ഡിഗ്രി ഒക്കെ ഉണ്ട് ചൂട്. പക്ഷെങ്കിൽ അതേ സമയത്ത് മഴ ഈ പറഞ്ഞ റാസൽ ഖൈമയുടെ എല്ലാ സ്ഥലത്തും അല്ല, ചില ഭാഗങ്ങളിൽ ഭയങ്കര മഴയാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ. എല്ലാ സമയത്തൊന്നും മഴയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട് ഈ മഴ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ദുബായിൽ ഈ വേനൽ മഴ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അന്ന് ക്ലൗഡ് സീഡിങ് ആയിരുന്നു. അതായത് മേഘങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവർ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ മഴ പെയ്യിക്കുന്ന കേട്ടോ. അത് ഈ കുറേ
അങ്ങനെ ചെയ്ത് വരുന്നുണ്ട് ഇവർ. നല്ല മേഘങ്ങളെ, നല്ല മഴയുള്ള മേഘം പെയ്യിക്കാൻ പറ്റുന്ന മേഘങ്ങളെ കണ്ടുപിടിച്ചിട്ട് ജെറ്റ് വിട്ടിട്ട് പിന്നെ അതിന്ന് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ മഴ പെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പെയ്യുന്ന മഴ അതേപോലെയല്ല എന്നാണ് പറഞ്ഞത്. വേനൽ മഴ ആയിട്ട് പെയ്യുന്നതാണെന്ന് കണ്ടത്. അപ്പോൾ ഈ മഴ ഇവിടുന്ന് കുറേ പേര് ദുബായിൽ നിന്നൊക്കെ വണ്ടിയിൽ ചേസ് ചെയ്തിട്ട് പോകും. നമ്മുടെ ദുബായിലൊരു മലയാളി ഉണ്ട്, വേദർമാൻ എന്ന് പറഞ്ഞിട്ട്. വേദർമാൻ കണ്ണൂർ പാപ്പൻശ്ശേരിക്കാരനാണ് പുള്ളി. പുള്ളിയുടെ ഒരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ പുള്ളി കറക്റ്റ് മഴ പെയ്യാൻ ചാൻസസ് ഉള്ള ലൊക്കേഷൻസ് പുള്ളി ഷെയർ ചെയ്യും. ആ ലൊക്കേഷനിലേക്ക് ആൾക്കാർ ചേസ് ചെയ്തിട്ട് പോകും ഇവിടുന്ന് മഴ പെയ്യാൻ, ഇവിടുന്ന് മഴ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ദിവസങ്ങളും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ UAE വെതർമാൻ, ആ പുള്ളിയുടെ അക്കൗണ്ടിൽ കാണാം മഴ പെയ്യുന്ന വീഡിയോസൊക്കെ. ഞങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് പുള്ളിയുടെ കൂടെ മഴ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയത് ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂർ എടുത്തു കേട്ടോ ഡ്രൈവ് ചെയ്ത് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇത്രയും ചൂടുന്നാണ് പോകുന്നത്. ഞങ്ങൾ 45 ഡിഗ്രി ചൂടുന്ന് പോയിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് മഴ കിട്ടി കേട്ടോ. ഞങ്ങൾ യൂട്യൂബിലുണ്ട് അതൊക്കെ. കറക്റ്റ് മഴ കിട്ടി നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്ന ചൂടല്ലാതെ നമുക്ക് വേണമെങ്കിൽ വേനൽ മഴ ആസ്വദിക്കാനും പറ്റും അങ്ങനെ പോയിട്ട്. പക്ഷേങ്കിൽ ക്ഷമ വേണം, പേഷ്യൻസ് മസ്റ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ചാരു അന്നേരം 1 വയസ്സും കൂടി കുറവായിരുന്നു ചാരുവിന്. അത്രയും ദൂരം പോകല് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് പോയി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് പോയി കറക്റ്റ് സമയത്ത് ഞങ്ങൾ ആ പുള്ളി പറഞ്ഞ ലൊക്കേഷനിലെത്തിയപ്പോൾ മഴ കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പം കറക്റ്റ് ഗ്യാദർ ചെയ്തിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ലൊക്കേഷൻ മുന്നേ ഞാൻ പോയപ്പോഴൊക്കെ പുള്ളി കറക്റ്റ് ഇന്ന ലൊക്കേഷനിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകുന്നു. അപ്പോൾ അത് ട്രാഫിക് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ദുബായിൽ ട്രാഫിക് കൺജഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗാദറിങ്ങിൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ ഒരു മഴ പെയ്യാൻ ചാൻസസ് ഉള്ള ലൊക്കേഷൻ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ വെച്ചിട്ട് അവിടത്തേക്ക് ഇന്ന സമയത്ത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് മഴ കിട്ടും. ഇന്നലെയൊക്കെ കുറേ ഫാമിലീസ് പുള്ളീനെ അക്കമ്പനി ചെയ്തിട്ട് പോയിട്ട് മഴയൊക്കെ കിട്ടിയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കും ദുബായിൽ നമുക്കിങ്ങനെ ഒരു മഴയെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര രസമല്ലേ കാണാൻ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആസ്വദിച്ചായിരുന്നു. പക്ഷെ ഇതിന് വേണ്ടുന്നത് ഒന്ന് ക്ഷമ വേണം. പിന്നെ നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് പോകുന്ന സ്ഥലത്ത് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന ഫുഡുകളൊക്കെ കരുതിയിട്ട് വേണം പോകാൻ. ഉമ്മൽക്കോനിൽ കാണാനുള്ളത്, ഉമ്മൽക്കോനിലൊരു മാംഗ്രോവ് പാർക്കുണ്ട്. കണ്ടൽക്കാടുകൾ, നമ്മുടെ നാട്ടിലെ പോലെ കണ്ടൽക്കാടിൻ്റെ ഒരു പാർക്കുണ്ട്. പാർക്കല്ല, ഒരു കണ്ടൽക്കാടിൻ്റെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നല്ല ചൂടാണ്, എവിടെയും പോകാൻ പറ്റില്ല. തണുപ്പ് തുടങ്ങിയിട്ട് വേണം ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്തോട്ടാ. അപ്പം അടുത്തെത്താറായി. ഇവിടുന്ന് സൈഡിലൊക്കെ ഒട്ടകങ്ങൾ കാണാം കേട്ടോ. ഒരുപാട് ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുന്നത് കാണാം. അവരൊക്കെ ഈ ചൂടിനെങ്ങനെ ഇവിടെ പിടിച്ചേക്കുന്നതെന്ന് സമ്മതിക്കണമല്ലേ. ഒരു മരം പോലും ഇല്ല. കുറേ സ്ഥലങ്ങളിലും മരുഭൂമി പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ അനക്കൊന്ന് ചെറിയ കുറ്റിച്ചെടികളുണ്ട്. അത് ഈ ഒട്ടകം ഭക്ഷിക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഉമ്മൽക്കോൻ ഇൻഡസ്ട്രി ഏരിയയിലേക്കാണ് കേട്ടോ. ഇൻഡസ്ട്രി ഏരിയ 2 നമുക്ക് പോകേണ്ടത്. മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഉമ്മൽക്കോനിൽ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ
വാഷ്റൂം പോകണമെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് റീഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഈ റോഡ് സൈഡിലായിട്ട്. ഇത്രയും ചൂടിലും ഇവിടെ ഈ പച്ചപ്പൊക്കെ കണ്ടോ ഈ മരുഭൂമിയിൽ? ഇതൊക്കെ ഈ ഒട്ടകങ്ങളൊക്കെ ഭക്ഷണമാണ് കേട്ടോ. ഇവർ ഇതിൻ്റെ ഇലകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം ഈ അങ്ങനെ ഞങ്ങൾ ഏകദേശം അടുത്തെത്താറായി കേട്ടോ. ഈ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഒരുപാട് ഒട്ടകങ്ങളെയും ആടുകളും ഈ മരുഭൂമിയിലും മേയാൻ വിട്ടിരിക്കുന്നത് കണ്ടത്. ഒട്ടകങ്ങൾക്കും ഇവർക്കൊക്കെ ഈ ഏരിയയിൽ ഫാമൊക്കെ ഉണ്ട്. അത് ദൂരെ കാണുന്നതൊക്കെ ഇവർ ചെറിയ ചെറിയ ഹട്ടുകളാണ് കേട്ടോ. അവിടെയാണ് ആൾക്കാർ ഈ ഒട്ടകത്തിനെ നോക്കുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇവരൊക്കെ കൂടുതലും പാകിസ്ഥാൻ, അഫ്ഗാൻ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വരുന്നവരായിരിക്കും കേട്ടോ. ഇങ്ങനെ അവർക്ക് പറ്റത്തുള്ളൂ. മലയാളികളിലെ ഒട്ടുമിക്ക ആൾക്കാർ ഇട്ടിട്ട് പോയി ഇങ്ങനെയുള്ള ജോലി. നമ്മളിപ്പോൾ എമിറേറ്റ്സ് റോഡിൽ നിന്ന് എക്സിറ്റ് ഫ്രീ ട്രേഡ് സോണിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് എക്സിറ്റായി നമ്മൾ. എക്സിറ്റായിട്ട് ഉള്ളിലൊരു നേരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? Exit the roundabout, then turn right. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇതിൻ്റെ ഫ്രീ ട്രേഡ് സോണിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മാപ്പിൽ കാണിക്കുന്ന റോഡ് ഇവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ ആണ് കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിലേക്കും പോയത് കേട്ടോ. ഇവിടെയൊക്കെ കുറേ ബിൽഡിങ് വരുന്നുണ്ട് കേട്ടോ. ഫാക്ടറീസും പിന്നെ കുറേ ഗോഡൗൺസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഉമ്മൽക്കോയിൻ. നമ്മൾ വരുമ്പോൾ കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. കുറേ ബിൽഡിങ്ങും കുറേ വെയർഹൗസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നല്ലൊരു ജോലി സാധ്യത കൂടിയുള്ള സ്ഥലം തന്നെയാണ് ഈ ഉമ്മൽക്കോയിൻ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വന്നിട്ട് പാരലലായിട്ടൊരു സർവീസ് റോഡുണ്ട്. അതുവഴിയാണ് പോകുന്നത്. ഞങ്ങൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ്. ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? അതൊക്കെ ഈ കാറിൻ്റെ സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഇതൊക്കെ ഷോപ്പുകൾ. അപ്പോൾ ആ ഷോപ്പുകളൊക്കെ റീനോവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിലാണെന്ന് തോന്നുന്നു. റിനോവേഷൻ വർക്കിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാം ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറമേയുള്ള നെയിം ബോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് കാറുകളുണ്ടായി. ഇതിൽ ഞാൻ മറ്റേ മെയിൻ റോഡിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണിത്. ഇപ്പോഴും ഉണ്ട്, കാറുകളുണ്ട്. ഈ ബിൽഡിങ്ങൊക്കെ താണ്ടിയിട്ട് അടുത്ത ബിൽഡിങ്ങിക്ക് മുന്നേ ആയിട്ടൊക്കെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാ വണ്ടികളും കിട്ടും കേട്ടോ. ചെറുതും ലക്ഷറി ആയിട്ടുള്ള എല്ലാ വണ്ടികളും കിട്ടും. ഇത് മുന്നേ ഒരു ചെറിയൊരു യാർഡ് പോലുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള യാർഡ് പോലുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുവഴി പോകുന്ന സമയത്ത്. പക്ഷേ ഇന്നാണ് അത് വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഈ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ, ഒരുപാട് കാറുകൾ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സെയിലിനുള്ള കാറുകൾ കേട്ടോ. ചുരുക്കം ചിലത് മാത്രം ഉണ്ടാവും അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ മോസ്റ്റ്ലി ഫാസ്റ്റായിട്ട് സെയിൽ ചെയ്യുന്ന കാറുകളെല്ലാം. ദുബായിൽ നമുക്ക് ഏത് തരം കാറും കാണാൻ പറ്റും കേട്ടോ. പല വെറൈറ്റികൾ ബ്രാൻഡും പലതരം സ്പോർട്സ് കാറും എല്ലാം കാണാൻ പറ്റും ദുബായിലാണെങ്കിൽ. അത് കണ്ടറിഞ്ഞ് തന്നെ ഒരു പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഈ ട്രേഡ് സോണിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ ഈ കാണുന്ന നെസ്റ്റോ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇനോഗ്രേഷൻ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഷോപ്സ് കാലിയുണ്ട് ഇവിടെ. ബിസിനസ് സാധ്യത എന്താണെന്ന് അറിയില്ല. മോസ്റ്റ്ലി
ചില ഏരിയകൾ ക്യാമ്പുകളുള്ള ഏരിയയിൽ മാത്രമാണ് ഫുൾ ബിൽഡിങ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ടല്ലേ Exit the വിൽപ്പനയ്ക്ക് roundabout. അല്ലേ? Continue for 800 meters. ഒരുപാട് ഷോപ്പുകൾ വിൽപ്പനയ്ക്ക് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഫാക്ടറീസ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. In 400 meters at the roundabout, take the second exit. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തി കേട്ടോ. ലൊക്കേഷനിൽ ഇപ്പം 2 മിനിറ്റല്ലേ ഇവിടുന്ന് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. പുതിയ ഷോപ്പ്, പുതിയ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നല്ല റഷും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ജോലി സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ജോലി സാധ്യത കിട്ടാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉമ്മുൽ ഖുവൈൻ ട്രേഡ് സോൺ. ഈ മാമനെ കാണാൻ ഞങ്ങൾ ഉമ്മുൽ ഖുവൈനിലേക്ക് വന്നു കേട്ടോ. ഇതാണ് മാമൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറി. അപ്പോൾ ഇവിടെ സോഫ മാനുഫാക്ചറിങ് ആണ് കേട്ടോ. സോഫ, ചെയേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സോഫകളും, ഇതൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സോഫകളും ചെയേഴ്സും ആണ് കേട്ടോ. എല്ലാ പീസും സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ ആ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാക്ടറിയാണിത്. ഇന്ന് ലീവായത് കൊണ്ടാണ് ആരും കാണാത്തത് ഇവിടെ. വെള്ളിയാഴ്ച ദിവസം, അതായത് വെള്ളിയാഴ്ച ആണ് വീക്കിലി ഓഫ് വരുന്നത്. ഷാർജയിലും ഉമ്മുൽ ഖുവൈൻ അങ്ങനെയുള്ള എമിറേറ്റ്സുകളിൽ വെള്ളിയാഴ്ച ദിവസമാണ്. നേരെ മറിച്ച് ദുബായിൽ വരുന്നത് സൺഡേ ആണ് ഓഫ് വരുന്നത് കേട്ടോ. സാറ്റർഡേ സൺഡേ ആയിട്ടാണ് ഓഫ് വരുന്നത്. മറ്റേത് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ടാണ് ഷാർജ, ഉമ്മുൽ ഖുവൈൻ അങ്ങനെയുള്ള എമിറേറ്റ്സുകളിൽ ലീവ് വരുന്നത്. പിന്നെ റാസൽ ഖൈമയിൽ ചില കമ്പനീസൊക്കെ സൺഡേ ഉണ്ട്, ചില കമ്പനീസ് ഫ്രൈഡേ ഉണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വില്ലേജ് ചെയ്ത കാരണം ഈ കമ്പനിയിൽ ഇന്ന് അവധിയാണ്. പക്ഷേ ഞങ്ങൾ വന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ കൊണ്ടുപോയത് കേട്ടോ. ചാരൂട്ടിന് ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാത്തിലും കയറിയിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഓരോന്നിലും കയറിയിരുന്ന് ചാരു കുഷ്യനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ വെച്ചിരിക്കുന്നതൊക്കെ ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ, ഒറ്റ മോഡൽ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഓഫീസ് ചെയേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അവിടുന്ന്. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടല്ലേ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഫാക്ടറിയിൽ വന്നിട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ അതിശയപ്പെട്ടു പോയി കേട്ടോ, ഇവരുടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതൊരു ബൂത്താണ് കേട്ടോ, കോളിംഗ് ബൂത്ത് പോലത്തെ ഒരു ബൂത്താണ്. അവരൊരു സാമ്പിൾ ഉണ്ടാക്കിയതാണ്. വേറൊരു വിദേശത്ത് കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് അതിന് മാതിരി അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് ശരിക്കും അറിയത്തില്ല. മുന്നേ ഒരു കോളിംഗ് ബൂത്ത് ആ ഒരു സെറ്റപ്പാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെ കാണുന്ന ഓഫീസ് ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ ടേബിൾസിൽ തന്നെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനും പറ്റുന്ന പല ഡയമെൻഷൻസിലെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഇത് ചെയേഴ്സ്, ഓഫീസ് ചെയേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോഴേക്കും ഒരാൾ റൊട്ടേറ്റ് ചെയ്യുന്ന കസേരയിൽ കയറി ഇരുന്നിട്ട് കറങ്ങാൻ തുടങ്ങി കേട്ടോ. സന്തോഷമായി ചാരൂട്ടൻ ഒരുപാട് സമയം അതിൻ്റെ മേലെ കയറി ഇരുന്ന് റൗണ്ട് അടിച്ചോട്ടോ.
എന്നാ ചാരുവിന്റെ സംശയം വേണോ എന്തേലും ഓർഡർ ചെയ്യണോ ഇതൊന്നും ഇതിൽ കുറച്ച് വെച്ചേയുള്ളൂ. ഇതിനെക്കാട്ടും പുതിയ കുറേ ഉണ്ട്. ഷോറൂമിൽ വെക്കാൻ പറ്റാത്ത കുറേ മോഡലുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഏത് മോഡൽ ഉണ്ടാക്കി കൊടുക്കും. വിമാനം നീ എങ്ങനെ എത്തി? വിമാനത്തിൽ വരെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ പഴയ കമ്പനി അവിടെയായിരുന്നു ജബലാരിയിൽ. മനസ്സിലാ? ആ കമ്പനി പൂട്ടി. അപ്പോൾ ആ കമ്പനിയിൽ ഉണ്ടായ ഒരു മാമനുണ്ട്. ആ മാമനാണ് അമ്മ. അങ്ങനെ അവിടുന്ന് ഫാക്ടറിയിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ നേരെ പോയത് തൊട്ടടുത്തുള്ള പുതുതായിട്ട് ഓപ്പൺ ചെയ്ത നെസ്റ്റോയിലേക്ക് കേട്ടോ. ചാരൂട്ടൻ ഓടിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു വൈകുന്നേരം രാത്രിയായപ്പോൾ. എന്നാലും ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. ദുബായ് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ തൊട്ടടുത്ത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ ചായയൊക്കെ കുടിച്ച് ചാരൂട്ടിന് വിശന്നു തോന്നട്ടോ. ചാരൂട്ടിനെ പോയിട്ട് ചോദിച്ച് എടുത്തു ചിക്കൻ റോളൊക്കെ. സാധാരണ അങ്ങനെ നിർബന്ധിക്കാതെ കഴിക്കാറില്ല. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, ചാരൂട്ടിന് വിശന്നു തോന്നുന്നു. ഒരുപാട് നേരം നടന്നു, പിന്നെ ചൂടുമാണ്, അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. വിളിക്കണേ, ഇത് നേരെ ഇതന്നെ കിട്ടിയാൽ മതി മോനെ കേട്ടാ. ഈ റൗണ്ട് ഔട്ട് ലെഫ്റ്റ് എടുക്കുക. ഇപ്പൊ നമ്മൾ വന്ന ഔട്ട് നേരെ തന്നെ എത്തിയാലും മറ്റേ കയറാം. ആ ദിനീഷൊക്കെ നോക്കുക. ഈ റൗണ്ട് ഔട്ട് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് ഓക്കെ നോക്കാം. മാമ നാട്ടിൽ പോകുമോ പോലും ഇപ്പല്ല.